നാമം എല്ലാവരിലും മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാമത്തെ പഠനമാണ് ഇന്ന് രാത്രി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 3-4 വാക്യങ്ങൾ മാത്രമേ ഇന്ന് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ അത് ഞാൻ പാതിക്ക് നിർത്തിയിരുന്നു. ആ വാക്യത്തിൽ നിന്ന് അതിന്റെ ബാക്കി തുടർച്ചയായിട്ട് ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ആദ്യം വായിക്കട്ടെ. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്ക് എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞാൻ അതിന്റെ 4-ാമത്തെ വാക്യം ഏകദേശം ഞാൻ വിശദീകരിച്ചിരുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ എന്ന് പറയുന്നത് പിതാവാം ദൈവത്തെ കാണിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഞാനത് പറഞ്ഞിരുന്നില്ല എങ്ങനെയാണെന്നൊക്കെ 2-ാമത്തെ ഭാഗത്തിൽ അതുണ്ട്. അടുത്തത് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായവൻ ക്രിസ്തുവാണ്. ആ വാക്യത്തിൽ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 2 പദങ്ങൾക്കിടയിൽ 7 ആത്മാക്കളുടെ പക്കൽ നിന്നൊരു വാചകമുണ്ട്. 7 എന്ന പദം തികവിനെ കാണിക്കുന്നത് കൊണ്ടും ആ 7 ആത്മാക്കളുടെ പക്കൽ നിന്നുകൂടി നമുക്ക് കൃപയും സമാധാനം ആശംസിക്കുന്നവർ അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ആ 7 ആത്മാവെന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ആ 5-ാം വാക്യത്തില് കർത്താവായ യേശു ക്രിസ്തുവിന് കുറെ വിശേഷ പദങ്ങൾ കൊടുത്ത് കാണിക്കുന്നുണ്ട്. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും. ഇവിടെ വിശ്വസ്ത സാക്ഷി ആദ്യം കൊടുത്തിരിക്കുന്ന പദമാണ് വിശ്വസ്ത സാക്ഷി. സാക്ഷി എന്നുള്ളൊരു പദം നമുക്ക് ഒത്തിരി പരിചിതമാണ്. നമ്മൾ ഒത്തിരി അറിയുകയും നമ്മൾ ഒത്തിരി പറയുകയും എല്ലാ ആഴ്ചകളിലും നമ്മൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു പദമാണല്ലോ സാക്ഷ്യം എന്നൊക്കെ ഉള്ളത്. സത്യം അറിയുകയും അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് സാക്ഷി. ഒരു കാര്യം അറിയുന്നത് ഒരു കോടതിയിലാണെങ്കിൽ, ഇനി അതല്ല നമ്മുടെ സഭകളിലാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലുള്ള ചില സത്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. ഒന്നുകിൽ രോഗത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്ന് സാക്ഷ്യം പറയുന്നു, അല്ലെങ്കിൽ ദൈവം ചെയ്തിരിക്കുന്നത് അത് ഒരു അറിവാണ്, ഒരു അനുഭവത്തിൽ നിന്നാണ് ആ സാക്ഷ്യം ഉളവാകുന്നത്. ഒരു സത്യം അറിയുകയും അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് സാക്ഷി. വിശ്വസ്തനായ ഒരുവൻ യാതൊരു വിധത്തിലും സത്യം വളച്ചൊടിക്കത്തില്ല, അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് ഇതിനെ മാറ്റത്തില്ല. അവൻ അത് കൃത്യമായി പറയും. അറിയപ്പെടേണ്ട യാതൊന്നും മറച്ചു വെക്കുകയുമില്ല. ഇവിടെ വിശ്വസ്ത സാക്ഷി എന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ പറയുമ്പോൾ നാം കേൾക്കേണ്ടതായ കാര്യങ്ങൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം നിങ്ങൾ ഓരോരുത്തരും കേൾക്കേണ്ടതായ കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു കൃത്യമായി നമ്മളോട് ഓരോരുത്തരോടും തന്നെ പറയുന്നുണ്ട്. അത് ദൈവവചന ഘോഷണത്തിലൂടെ, പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ, പ്രാർത്ഥനയിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ കൃത്യമായി തന്നെ കർത്താവ് നമുക്ക് പറയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ നന്മയ്ക്കായി ഉള്ളതൊന്നും താൻ തടഞ്ഞു വെക്കുകയില്ല, താൻ മറച്ചു വെക്കുകയില്ല. ഒരു വിശ്വസ്ത സാക്ഷി എന്ന നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ അവൻ നമുക്ക് പ്രയോജനപ്പെടേണ്ടത്, അല്ലെങ്കിൽ നാം കേൾക്കപ്പെടേണ്ടതായ കാര്യങ്ങൾ ഒന്നും മറച്ചു വെക്കാതെ, അതുപോലെ നമുക്ക് നന്മയ്ക്കായുള്ളത് ഒന്നും തടഞ്ഞു വെക്കാതെ ആ ഒരു സാക്ഷി എന്ന നിലയിൽ കർത്താവ് നിൽക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. 7 സഭകൾക്ക്, നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ നമുക്ക് 7 സഭകളും ആ സഭകൾക്കുള്ള ദൂതുകളെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 7 സഭകൾക്കുള്ള ദൂതുകളിൽ അവരുടെ കുറവുകളെ വ്യക്തമാക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. നമുക്കറിയാം, ലവോദിക്യ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നത്, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി സർവ്വസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി. 3-ാം 14-ാം വാക്യം ഞാൻ വായിച്ചത്, ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു. അവിടെ പറയുന്നത് സത്യവാനുമായ സാക്ഷിയായ കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുന്നത്. അന്നേരം പിന്നെ 19-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വെള്ളക്കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്ന വിശ്വസ്തനും സത്യവാനുമായ കർത്താവ്. അങ്ങനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം കർത്താവായ യേശുക്രിസ്തു നമുക്ക് നന്മയ്ക്കായുള്ളതൊന്നും മറച്ചു വെക്കാതെ, നമ്മുടെ ആത്മീക ആ വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് പകർന്നു തന്നുകൊണ്ട് നമുക്ക് മുമ്പാകെ ഒരു വിശ്വസ്ത സാക്ഷിയായി നിൽക്കുന്നു എന്നാണ് ഈ വാക്യത്തിലെ ഈ വിശേഷണത്തിലൂടെ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നമ്മളോട് കർത്താവ് സാക്ഷ്യമായി കൽപ്പിച്ചതെല്ലാം നമുക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ പറഞ്ഞ സഭകളോടുള്ള ദൂതിനോട് ബന്ധപ്പെടുത്തി പറയുന്നതെല്ലാം അവിടെ കുറവുകളൊക്കെ പറയാറുണ്ട്. അന്നേരം നമ്മളോട് സാക്ഷ്യമായി കൽപ്പിച്ചതെല്ലാം നമ്മുടെ വിശുദ്ധീകരണത്തിനും നിത്യജീവങ്കിലേക്കുള്ള പ്രത്യാശയ്ക്കുമായിട്ടാണ്.
ആ പ്രത്യാശ ഒന്നുകൂടെ വർദ്ധിക്കുവാൻ വേണ്ടിയാണ് അവൻ സാക്ഷ്യമായി നമ്മളോട് എപ്പോഴും കൽപ്പിക്കുന്നത്, നമ്മളോട് ഇടപെടുന്നത്. ഇനി ചിലതിനെ ആത്മാവ് എന്ന നിലയിൽ ആ നിലയിൽ ബോധ്യപ്പെടുത്തുമെങ്കിൽ ഞാനൊരു കാര്യം നിന്നോട് ചേർത്ത് പറയുമ്പോൾ, പലപ്പോഴും നമ്മൾ പറയും പ്രസംഗങ്ങളൊക്കെ ദേവദാസന്മാരൊക്കെ പ്രസംഗിക്കുമ്പോഴൊക്കെ വചനം കുത്തി പറഞ്ഞു എന്നുള്ളതൊക്കെ പറയാറുണ്ട്. ചില സന്ദർഭങ്ങൾ അതൊക്കെ ഉണ്ടാകാറുണ്ട്. എങ്കിൽ പോലും ചില കാര്യങ്ങളെ കണ്ടുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എങ്കിലും അവിടെ ഒരു കാര്യമുണ്ട്. ഒരു വചനം നമ്മളോട് ഇടപെടുകയാണെങ്കിൽ, നമ്മളോട് കുത്തുന്നതാണെങ്കിൽ, നമ്മളോട് ഇടപെടുന്നതാണെങ്കിൽ, ദൈവമാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഒരു കാര്യമുണ്ട്. അതിനെ അനുസരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കുത്തിന്റെ മോനെ ഒടിഞ്ഞു പോകും. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. നാം ഒരു വചനം നമ്മളോട് പറയും, നമുക്കൊരു വേദനിപ്പിക്കുന്ന ഒരു രീതിയിലാണ് വചനം ഇടപെടുന്നതെങ്കിൽ, അതൊരു ദേവദാസൻ കുത്തി പറഞ്ഞു എന്ന് തോന്നുന്നതാണെങ്കിൽ പോലും അതിനെ അനുസരിക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വചനത്തിന് പിന്നെ കുത്താൻ മൊനയില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് കർത്താവ് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നമ്മളോട് ഇടപെടുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, അത് കർത്താവിന്റെ ഹിതത്തിനായി അനുസരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ അതുമായിട്ട് ഒരു പ്രാഗൽഭ്യം പ്രാപിക്കുകയാണെങ്കിൽ ആ വചനത്തിന് പിന്നീട് നമ്മളിൽ ആ ഒരു തലത്തിൽ ഒരു പ്രവർത്തനമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക, അതിനത് മറുതരിക്കാൻ നിൽക്കാതെ ദൈവത്തിന്റെ ഹിതത്തിനായി ഈ സാക്ഷി പറയുന്ന, ഈ വിശ്വസ്ത സാക്ഷി നമ്മളോട് അരുളി ചെയ്യുന്ന ഓരോ വചനത്തിനും അല്ലെങ്കിൽ ഓരോ വാചകത്തിനും ഓരോ ഇടപെടലിനും നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അന്നേരം വിശ്വസ്ത സാക്ഷി നമ്മളോട് സംസാരിക്കുന്ന കേൾക്കുക. നമുക്കറിയാം, പ്രവാചകൻ എന്ന് പറയുന്ന ഒരു പദം, പ്രവചനം എന്നറിയാം, ദൈവത്തിനുള്ളത് മനുഷ്യരോട് പറയുന്നവരാ പ്രവാചകൻ. ഞാൻ ആ പദങ്ങളിലേക്ക് വരുന്നുണ്ട്. ദൈവത്തിനുള്ളത് മനുഷ്യരോട് പറയുന്നതാ പ്രവാചകൻ. അതുപോലെ പുരോഹിതൻ എന്നുള്ളത് മനുഷ്യനുള്ളത് ദൈവത്തിനോട് പറയുന്നതാണ് പുരോഹിതൻ. അന്നേരം പ്രവാചകൻ, അന്നേരം നമ്മൾക്ക് ദൈവത്തിനുള്ളത് നമ്മളോട് പറയുന്ന ഒരു വിശ്വസ സാക്ഷിയായി കർത്താവായ യേശുക്രിസ്തുവിടെ നിൽക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവാചക പദവിയാണ് അവിടെ കാണിക്കുന്നത്. വിശ്വസ്ത സാക്ഷി എന്നുള്ള പദം ഒരു പ്രവാചക പദവി, പ്രവാചകനായി നമ്മളോട് ആത്യന്തികമായി ഞാൻ പറയുന്ന പ്രവചനം എന്ന് പറയുമ്പോൾ 2021 ആണ്ടിൽ എന്താ പറയുന്നത്, ഡിസംബർ മാസത്തിൽ സംഭവിക്കുന്ന ആ ഒരു പ്രവചനമല്ല. നമ്മെ നിത്യജീവികളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള വചനങ്ങൾ, അതിനെ പ്രബോധിച്ചു പറയുന്ന പ്രവാചകനായി കർത്താവായ യേശുക്രിസ്തു നമുക്ക് മുമ്പാകെ നിൽക്കുകയാണ്. എന്നിലൂടെ പറയുന്ന വാചകങ്ങൾ, ദൈവവചനത്തിലൂടെ നിങ്ങൾ, വചനം ജഡമായിരിക്കുന്നു, വചനം ജീവനായിരിക്കുന്നു, വചനം നമ്മുടെ കയ്യിലുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. അങ്ങനെ നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന ആ വചനം, അത് നമ്മളോട് സംസാരിക്കുന്നത് അതൊരു പ്രവചനമാണ്. നാം നമ്മളെ തന്നെ ഒരുക്കി നിത്യത പ്രാപിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി പറയുന്ന മുന്നറിയിപ്പുകളാണ്, ദൈവത്തിൽ നിന്നുള്ള ശബ്ദങ്ങളാണ്. അങ്ങനെ ആ അർത്ഥത്തിൽ എടുക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവാചക പദവി, ഈ വിശ്വസ്ത സാക്ഷി എന്നുള്ള ഈ പദം അല്ലെങ്കിൽ ഈ നാമം അതിനെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ പദം കൊടുത്തിരിക്കുന്ന മരിച്ചവരിൽ ആദ്യജാതൻ. ഞാൻ അല്പഭാഗം ഞാൻ അതിനെ വിശദീകരിച്ചിരുന്നു. അറിയാം, ആദ്യജാതൻ എന്ന പദവി വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യത്തോടെ വിവരിക്കുന്ന ഒന്നാണ്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണെങ്കിലും ആ കാലഘട്ടത്തിലെ ഗോത്രവർഗങ്ങളോടൊക്കെ സംബന്ധിച്ചുള്ളതാണെങ്കിലും ആദ്യജാതൻ, ഒരുപക്ഷെ ഈ സമയമായപ്പോഴാണ് അതിലേക്ക് ഒരു വ്യത്യാസം വന്നത്. പണ്ടൊക്കെ ആദ്യജാതൻ എന്നുള്ള പദവി അവർക്ക് വലിയ ഉത്തരവാദിത്തങ്ങളും ചുമതലകളുമായിരുന്നു. ഗോത്രങ്ങളിലാണെങ്കിലും രാജകുടുംബങ്ങളിലാണെങ്കിലും ഒക്കെ ആദ്യജാതൻ എന്നുള്ള പദവി വലിയ മഹത്വമേറിയ ഒരു പദവിയായിരുന്നു ആദ്യജാതൻ എന്ന പദവി. ഇവിടെ മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മരിച്ചവരിൽ നിന്നുള്ള. നമുക്കറിയാം, ലോകത്തുള്ള എല്ലാ മനുഷ്യരും വസിക്കുന്നത് മരണത്തിന് അധീനതയുള്ള അല്ലെങ്കിൽ മരണത്തിന് അധീനതയുള്ള ഒരു ശരീരത്തിൽ, അല്ലെങ്കിൽ മരണത്തിന് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു ശരീരത്തിലാണ്. ഒത്തിരി പേർ മരിച്ചു, ഒത്തിരി പേർ ആദാം മുതൽ ഇങ്ങോട്ട് എത്രയോ ആൾക്കാർ, ആദാമിന് മുമ്പ് മരിച്ചിരിക്കുന്ന ഹാബേൽ തൊട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എത്രയോ പേർ, നമുക്കറിയാം എത്രയോ കോടിക്കണക്കിന് ആളുകൾ, അത്രയും ആൾക്കാർ ജനിച്ചു, മരിച്ചു, അവരെല്ലാം മരിച്ചു. ഇവരെല്ലാം മരിച്ചിരിക്കുന്നു. അതിൽ ചിലരെയൊക്കെ പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. വേദപുസ്തകം അനേകം തെളിവുകൾ നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട്. പ്രവാചകന്മാരുടെ ശുശ്രൂഷയാൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയാൽ, അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയാൽ, പിന്നീടുള്ള ക്രൈസ്തവ ഭക്തന്മാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ഭക്തന്മാരുടെ ശുശ്രൂഷയാലൊക്കെ അനേകർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ഇവിടെ പറയുന്നത്. മരിച്ചവരിൽ ആദ്യജാതൻ എന്നുള്ള പദം കൊണ്ട് ഇവിടെ പറയുന്നത്, അതായത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഉണ്ടായി എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ പറയുന്ന മരിച്ചവരിൽ ആദ്യജാതൻ എന്നത് ക്രിസ്തു സകല മഹത്വത്തിനും യോഗ്യനും അവകാശിയാണെന്നും അതുപോലെ ആദ്യമായി അദ്രവത്വത്തിൽ നിന്ന്,
അതായത് അദ്രവത്തിൽ, ദ്രവിക്കാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ നിന്നും തേജസ്സിലും ശക്തിയിലും ഉയർത്തെഴുന്നേറ്റു എന്നാണ് അതിനെ നമുക്ക് കാണാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറയുന്നതുകൊണ്ട് അദ്രവത്വത്തിലും തേജസ്സിലും ശക്തിയിലും ഉയർത്തെഴുന്നേറ്റു കർത്താവ്. അവൻ സകല മഹത്വത്തിനും യോഗ്യനും അവകാശിയുമാണെന്നുള്ള ആ ഒരു പദവിയാണ് മരിച്ചവരിൽ ആദ്യജാതൻ എന്നുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതൊരു പ്രവചന നിവൃത്തിയാണ്. ഈ പ്രവചന നിവൃത്തിക്കുള്ള പരിജ്ഞാനം നമ്മുടെ പുനരുദ്ധാനം, അല്ലെങ്കിൽ നമ്മൾ പഴയ നിയമത്തിൽ ഒത്തിരി പ്രവചനമുണ്ട്. കർത്താവായ യേശുക്രിസ്തു തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് തന്റെ മരണത്തെക്കുറിച്ചും താൻ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ചും ഒക്കെ പഴയ നിയമങ്ങളിലും അതുണ്ട്. അന്നേരം ഈ പ്രവചന നിവൃത്തിയെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം അത് നമ്മുടെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വാഗ്ദത്തത്തിൽ ഒന്നുകൂടെ ഉറയ്ക്കുവാൻ ഇടയാക്കണം. നാം കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറയുമ്പോൾ ഇനിയും അതേപോലെ ആ ആദ്യജാതന്റെ സഹോദരൻ അതേപോലെ അനേകർ ഇനി ഉയർത്തെഴുന്നേൽപ്പാനുണ്ട്. ആ ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടെന്നുള്ള ഒരു ബോധ്യം, ആ ഒരു പരിജ്ഞാനത്തിലേക്ക് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും വരണം. നമുക്കുമുണ്ട് അതുപോലെ ഒരു ഉയർപ്പ്, അതുപോലെ ഒരു തേജസ്കരണം, അതുപോലെ ഒരു വലിയ പദവി. മരിച്ചവരിൽ ആദ്യജാതനായി കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു വലിയ പദവി നമുക്കുമുണ്ടെന്നുള്ള ആ ഒരു പരിജ്ഞാനം ഇന്ന് നമ്മുടെ ഉള്ളത്തിൽ അത് പാനി. കർത്താവ് വരും, കൊണ്ടുപോകുമെന്നൊക്കെ അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഹ്ലാദം കൊണ്ട് നിറയ്ക്കുന്ന ഒരു വലിയൊരു അനുഭവമായി തീരുവാൻ, തേജസ് യേശുവിൻ പൊന്മുഖം കാണുമെന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ ഹൃദയം തുള്ളിച്ചാടുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ ദൈവം ഇടവരുത്തണം. ആ ഒരു പദവി നമുക്കുണ്ട് പ്രിയമുള്ളവരെ. ആ ഒരു വാഗ്ദത്തത്തിൽ ഒന്നുകൂടി ഉറയ്ക്കുവാൻ, ഒന്നുകൂടി ബലപ്പെടുവാൻ നമുക്ക് ഇടവരട്ടെ. അതിനായി ദൈവം നമ്മളെ ഏറെ സഹായിക്കട്ടെ. പ്രിയരെ, എല്ലാ മനുഷ്യരും മരിക്കുമെങ്കിലും വിശ്വാസത്താൽ ക്രിസ്തുയേശുവിൽ കൂടി രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന് ക്രിസ്തുയേശുവെ ഉയർത്തെഴുന്നേറ്റതുപോലെ അല്ലെങ്കിൽ അതിനോട് സദൃശമായ ഒരു ഉയർപ്പുണ്ട്. ആ ഉയർപ്പിൽ നാം അവനെ താൻ എങ്ങനെയിരിക്കുന്നുവോ അതുപോലെ കാണുന്നതാകുകയാണ്. അങ്ങനെ ആ ഒരു പ്രത്യാശ, ആ ഒരു തേജസ്, ആ ഒരു മഹത്വം അത് നമുക്ക് പ്രാപിക്കാനുള്ളതുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ ഓരോരുത്തരും പ്രത്യാശയാകട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമാകട്ടെ. അതിനായി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഹൃദയം അതിനായി ഒരുങ്ങി വരുവാൻ നമുക്ക് ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം. പ്രിയമുള്ളവരെ, ഇവിടെ മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞ കർത്താവ് അവൻ എന്ത് ചെയ്തു? മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റ് കർത്താവ് സ്വർഗത്തിൽ പോയി പിതാവിന്റെ വലതുഭാഗത്തിരുന്നു. ഇനി നാം എല്ലാവരും, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ ലോഗിൻ ചെയ്ത പ്രിയമുള്ളവരെ, ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നത്, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഈ വചനം കേൾക്കുന്ന നാം എല്ലാവരും അതിനോട് തക്കതായ, മരിച്ചവരിൽ ആദ്യജാതൻ ഉയർത്തെഴുന്നേറ്റതിന് അതിനോട് തക്കതായ ഒരു ഉയർപ്പ് പ്രാപിക്കേണ്ടതിന് ആദ്യജാതനായ യേശുക്രിസ്തു നമ്മുടെ വിശുദ്ധീകരണത്തിനും തേജസ്കരണത്തിനുമായി ദൈവസന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുന്നു. അത് നമ്മുടെ ഒരു വലിയ ബലമാണ്, ഒരു സന്തോഷമാണ്. അവൻ എങ്ങനെ ഉയർത്തെഴുന്നേറ്റോ ആ ഉയർത്തെഴുന്നേൽപ്പിനോട് സദൃശ്യമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കും പ്രാപിക്കേണ്ടതിന് അവൻ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ സമാധാനമാണ്, ഒരു വലിയ സന്തോഷമാണ്. ഇന്ന് രാത്രി ആത്മാവിൽ അത് കാണട്ടെ. പ്രിയമുള്ളവരെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യവർഗത്തിന്റെ പാപ പരിഹാരത്തിനായി രക്തം ചിന്തി മരിച്ച കർത്താവ്, അതാണല്ലോ അവിടുന്നാണല്ലോ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് മരിച്ചത്. അങ്ങനെ രക്തം ചിന്തി മരിച്ച കർത്താവ്, ആ കർത്താവ് തന്റെ തന്നെ രക്തവുമായി കടന്നുപോയി സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതനായി ഇന്നും നിലനിൽക്കുന്നു. ഇന്നും നമുക്ക് വേണ്ടി പക്ഷാപതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അന്നേരം മരിച്ചവരിൽ ആദ്യജാതൻ എന്നുള്ള ആ പദം കർത്താവിന്റെ പൗരോഹിത്യ പദവിയെ കാണിക്കുന്നു. ആദ്യം നമ്മൾ കർത്താവിന്റെ പ്രവാചക പദവിയെ കണ്ടു, വിശ്വസ്ത സാക്ഷി എന്നുള്ളത് കർത്താവിന്റെ പ്രവാചക പദവിയെ കണ്ടു. ഇനി കർത്താവിന്റെ ആ പൗരോഹിത്യ പദവിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു വീണ്ടെടുപ്പ്. നമ്മൾ നഷ്ടപ്പെട്ടു പോയിരുന്നു, എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന നിത്യത വരെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ച ഒരു മഹാപുരോഹിതനാണ് കർത്താവ്. അവൻ എന്ത് ചെയ്തു? പ്രവാചകൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് നമ്മളോട് അറിയിക്കുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്ന ഒരു മഹാപുരോഹിതനായി നമുക്കും ദൈവത്തിന് മധ്യേ ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന അവൻ എന്ത് ചെയ്യും? എങ്ങനെയാ മധ്യസ്ഥ അണയ്ക്കുന്നത്? അവൻ തന്റെ തന്നെ രക്തമായി കാൽവരി ക്രൂശിൽ താൻ തന്നെ പ്രായശ്ചിത്തയാഗമായി തന്റെ തന്നെ രക്തവുമായി ദൈവത്തിന്റെ സന്നിധിയിൽ പോയി നിൽക്കുന്ന മഹാപുരോഹിതനായി അവൻ ഇന്ന് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? മധ്യസ്ഥത അണയ്ക്കുന്നു. അതുകൊണ്ട് ഇവിടെ മരിച്ചവരിൽ ആദ്യജാതൻ എന്നുള്ള പദം കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ പൗരോഹിത്യ പദവിയെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ആ വാക്യത്തിന്റെ അടുത്തുള്ള പദം നമുക്ക് കാണാൻ കഴിയുന്നത് ഭൂരാജാക്കന്മാർക്ക് അധിപതിയും. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു പ്രവാചകൻ, പുരോഹിതൻ എന്ന നിലയിൽ മാത്രമല്ല ഭാവിയിൽ സിംഹാസനത്തിലിരുന്ന് വാഴുന്ന ഒരു രാജാതി രാജാവാണ്.
അത് സംഭവിക്കാൻ പോകുന്നു എത്രയും താമസം വിന. അത് നടക്കും. അതിന് ആ നിലയിലാണ് വെളിപ്പാട് പുസ്തകങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാജാതി രാജാവായ ആ കർത്താവിനെ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ഭൂമിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഭൂമിയിലെ രാജാക്കന്മാരും ഭരണകർത്താക്കളും അവരൊക്കെ വിചാരിക്കുന്നത് അവരാണ് സകലവും. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആയി കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്നത് പോലെ എല്ലാം നടക്കുമെന്നൊക്കെയാണ് അവർ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന്റെയൊക്കെ അർത്ഥം ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ ദൈവം അറിയാതെ, ദൈവം തീരുമാനിക്കാതെ, ദൈവം അനുവദിക്കാതെ ഈ പറയുന്ന ഭൂമിയിലെ രാജാക്കന്മാർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വേദവസം വളരെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. രാജ്യങ്ങളുടെ മേലും രാജാക്കന്മാരുടെ മേലും ഉള്ള ദൈവിക ഇടപെടലുകൾ നാം പരിശോധിക്കുകയാണെങ്കിൽ യഹോവ വാഴുന്നു എന്ന് പറയുന്ന സങ്കീർത്തനക്കാരൻ പറയുന്ന അത് നമുക്ക് വ്യക്തമായി ഗ്രഹിക്കാം. എല്ലാ തലങ്ങളിലും യഹോവ വാഴുന്നുണ്ട്. യഹോവ അത് കൊണ്ടുപോകും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ, ഞാൻ താമസിക്കുന്ന രാജ്യത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളിലൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ദൈവത്തിന്റെ ഇടപെടലുകളൊക്കെ നമുക്ക് ആത്മാവിൽ ഗ്രഹിക്കാൻ കഴിയുമല്ലോ. പഴയ നിയമത്തിൽ സംഭവിച്ച ഒന്നിന്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. ഫറവോൻ മിസ്രൈമിലെ രാജാവായിരുന്നു. ഇസ്രായേൽ ജനത്തെ വിടില്ല എന്ന് തീരുമാനിച്ചു. എത്ര കഷ്ടം വന്നാലും വിടത്തില്ലെന്ന് ഉറച്ചു നിശ്ചയിച്ചു. പക്ഷേ വാഴുന്നത് യഹോവ തന്നെയാണ്. ഭൂരാജാക്കന്മാർക്ക് അധിപതി ഒരാളുണ്ട്. അവൻ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങളെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഇത് കടിഞ്ഞാണിട്ട് അല്ലെങ്കിൽ കൊളുത്തിട്ട് പിടിക്കുന്ന പോലെ, പഴയ നിയമത്തിൽ ഇസ്രായേലിലെ രാജാക്കന്മാർ അനുസരിക്കാത്ത രാജാക്കന്മാരെ കൊളുത്തിട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ ദൈവം ആ നിലയിൽ അവരെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഭൂരാജാക്കന്മാരുടെ അധിപതിയായ ഒരു കർത്താവാണ് നമുക്ക് കഴിയുന്നത്. ദാനിയേൽ പ്രവചനം നോക്കുകയാണെങ്കിൽ ദൈവം എത്ര മനോഹരമായാണ് രാജാക്കന്മാരെയും നേതൃത്വങ്ങളെയും നിയന്ത്രിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവം അതുകൊണ്ട് വളരെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഉറയ്ക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഒരു രാജഭരണത്തിനും ഒരു ഭരണാധികാരികൾക്കും നമ്മുടെ മേൽ ഒരു പരിധിക്ക് മേൽ അധികാരം ചെലുത്താൻ കഴിയുന്നില്ല. എന്റെ ദൈവം അനുവദിക്കുന്ന ആ തലത്തിൽ വരെ മാത്രമേ നമ്മുടെ മേൽ അധികാരം ചെലുത്തുവാൻ ഈ പറയുന്ന ഭരണാധികാരികൾക്കോ രാജാക്കന്മാർക്കോ കഴിയുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്റെ കർത്താവ് അനുവദിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്, രാജാതി രാജാവാണ്. അവൻ എല്ലാത്തിന്മേലും തീരുമാനമെടുക്കുന്ന കർത്താവാണ്. ഇനി ഭാവിയിൽ കർത്താവും ദൈവവുമായ യേശുക്രിസ്തു സിംഹാസനത്തിലിരുന്ന് വാഴുവാൻ പോകുന്ന രാജാതി രാജാവാണ്. അവിടേക്ക് നമുക്കും പല പദവികളുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അന്നേരം ഭൂരാജാക്കന്മാർക്ക് അധിപതി. അന്നേരം 3 പദങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രവാചകനായ, അല്ലെങ്കിൽ വിശ്വസ സാക്ഷി എന്ന നിലയിൽ പ്രവാചകൻ, ആദ്യജാതൻ എന്ന മരണത്തിൽ നിന്നുള്ള മരിച്ചുവരുന്ന ആദ്യജാതൻ എന്ന നിലയിൽ ഒരു പുരോഹിതൻ, രാജാവ്, ഒരു രാജാതി രാജാവ് എന്ന നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് വന്നിരിക്കുന്നു. ഈ കർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരു കൃപയും സമാധാനം. അടുത്ത പദം അവിടുന്നാണ്. ഇത്രയും മനോഹരമായ കർത്താവിന് ഇത്രയും വർണ്ണിക്കുമ്പോൾ, യോഹന്നാൻ അപ്പോസ്തലൻ ഇത്രയും വാക്കുകളെ വർണ്ണിക്കുമ്പോൾ ഈ കർത്താവിന്റെ കരത്തിൽ നിന്ന് ഒരു കൃപയും സമാധാനം. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യഥാർത്ഥമായി ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ആ പദം കൃപയും സമാധാനം എന്ന് പറയുന്നത് രണ്ട് കുഞ്ഞു വാക്കാ. പക്ഷേ ആത്മാവിൽ അതിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് മതി നമ്മുടെ ജീവിതാന്തം വരെ പോകുവാൻ. അത് മതി നമ്മളെ അങ്ങയോളം നടത്തുവാൻ. ദൈവത്തിന്റെ കൃപയും അവൻ നമ്മുടെ ഉള്ളിൽ തരുന്ന സമാധാനവും. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രശ്നം വന്നാലും ഈ 2 കാര്യം പോരെ. ഈ പറയുന്ന സകലത്തെയും നിയന്ത്രിക്കുന്ന, സകല കാര്യങ്ങളും നമ്മളോട് അരുളി ചെയ്യുന്ന പ്രവാചകൻ, നമ്മുടെ ഏത് വിഷയങ്ങളും കുറവുകളും ദൈവസന്നിധിയിൽ പരിഹരിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു മഹാപുരോഹിതൻ, സകലത്തെയും വാഴുന്ന, സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരു മഹാരാജാവ് അല്ലെങ്കിൽ രാജാതി രാജാവ്, അവന്റെ പക്കൽ നിന്ന് ഈ പറയുന്ന പിതാവാം ദൈവത്തിൽ നിന്ന്, സമ്പൂർണമായ പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ നിന്ന് കൃപയും സമാധാനവുമാണ് നമുക്ക് ഓരോരുത്തരും ആശംസിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ ചുറ്റുപാടുകളിലേക്ക്, ഇപ്പോഴുള്ള കാലഘട്ടങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ വേഗത്തിൽ സംഭവിക്കാനുള്ളതെന്ന് പറഞ്ഞാണല്ലോ വെളിപ്പാട് പുസ്തകം തുടങ്ങിയത്. അത് ഭീതിപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ, ചുറ്റുപാടുത്ത് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇടയിൽ വ്യാപിച്ച കോവിഡ് മഹാമാരി ഏകദേശം 50 ലക്ഷത്തിൽ പരം ആൾക്കാരുടെ ജീവൻ എടുത്തു. ഇങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. 50 ലക്ഷത്തിൽ പരം ആൾക്കാരുടെ ജീവൻ എടുത്തായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ 50 ലക്ഷത്തിൽ പരം ആൾക്കാരുടെ ജീവൻ എടുത്ത ഈ കോവിഡ് ആദ്യ സമയങ്ങളിൽ രോഗം പടരുന്നവരിൽ അനേകം ആൾക്കാരിൽ നിരാശയും ഭീതിയും വിഷാദത്തിലേക്ക് നയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഹോസ്പിറ്റലിൽ ക്വാറന്റൈനിലിട്ട് എത്രയോ പേർ ആത്മഹത്യ ചെയ്ത വിവരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രയോ പേർ എന്തിനെങ്കിലും ആത്മഹത്യ ചെയ്യുന്നതെന്ന് നാം ചിന്തിച്ചിട്ടുണ്ട്. അവർ തനിച്ചിരുന്ന്, അവർ മടുത്ത്, ഭയപ്പെട്ട്, വിഷാദത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് അനേകർ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ വിവിധ തരത്തിൽ ഭീതി തരക്കുന്ന ഒരു സാഹചര്യമാണ് ലോകമെങ്ങുമുള്ളത്. അതിനിടയിൽ നമ്മുടെ ഓരോരുത്തരുടെയും തലയിലെ തലമുടി പോലും പൊഴിഞ്ഞു വീഴുന്നത് പോലും തന്റെ നിയന്ത്രണത്തിലാണെന്ന് പറയുന്ന ഒരു മഹാപുരോഹിതൻ,
ഒരു പ്രവാചകൻ, മഹാപ്രവാചകൻ, ഒരു മഹാരാജാവ്, അവന്റെ സന്നിധിയിൽ നിന്ന് ഒരു കൃപയും സമാധാനവും നമുക്ക് വേണ്ടി പകരപ്പെടുന്നു. അതിൽ ആശ്വസിപ്പാൻ, അതിൽ ബലപ്പെടുവാൻ നമുക്ക് ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം. പ്രിയമുള്ളവരെ, അവന്റെ കയ്യിൽ നിന്നാണ് ആ സമാധാനം വരുന്നത്. അവന്റെ സമാധാനമാണ് നമുക്ക് തരുന്നത്. അവന്റെ കൃപയാണ്, അവന്റെ കരുണയും മനസ്സലിയുമാണ് നമ്മളിലേക്ക് ഒരുങ്ങി വരുന്നത്. നാം എല്ലാവരും, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളുടെയും പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. ഞാനൊരു ഉദാഹരണമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുവാൻ അതിന് തക്കതായ വ്യക്തികളിലോ അല്ലെങ്കിൽ അതിന് തക്കതായ വേദികളൊക്കെ നമ്മൾ ആശ്രയിക്കാറുണ്ട്. നമുക്ക് പഞ്ചായത്തുകളായിട്ടോ അല്ലെങ്കിൽ ബ്ലോക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവിധ ഗവൺമെന്റ് തലങ്ങളിലൊക്കെ നാം പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുവാൻ വേണ്ടി, അവിടെയുള്ള കാര്യങ്ങൾ നടത്തി തരുവാൻ ചിലരെയൊക്കെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ നമ്മളോട് ഒത്തിരി സ്നേഹത്തിൽ ഇടപെട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്ന ചില ഉദ്യോഗസ്ഥരെ നമുക്കൊരു വലിയ ആശ്വാസം. അവരുടെ അടുത്ത് തന്നെ നമ്മൾ പിന്നെയും പോയി പെട്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുമെന്ന് ഒരു വിശ്വാസം ജനിപ്പിച്ച ഒരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ വലിയ ആശ്വാസമാണ്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവൻ അല്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് സ്ഥലം മാറി പോകുന്നത് വരെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ, ആ ഓഫീസിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തി തരും, അല്ലെങ്കിൽ അതൊക്കെ ലഭിക്കുമെന്നുള്ളത് ഒരു വലിയ ഒരു കോൺഫിഡൻസിലൊക്കെ മുന്നോട്ട് പോകുന്നു. ഒരു സുപ്രഭാതത്തിൽ ആ ഉദ്യോഗസ്ഥൻ അവിടുന്ന് സ്ഥലം മാറ്റപ്പെട്ടു പോയി നമ്മളെ ഒരു നിരാശ ഭരിക്കാറുണ്ട്. സ്വാഭാവികം, ആളുണ്ടായിരുന്നു, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇന്ന ആളുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പല സന്ദർഭങ്ങളും അത് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. പ്രിയമുള്ളവരെ, എന്നാൽ ഇവിടെ കൃപയും സമാധാനവും പുറപ്പെടുന്നവൻ, അത് ഇരുന്നവൻ, അതായത് ആയിരുന്നവൻ, കഴിഞ്ഞ നാളുകളിൽ നമ്മെ സഹായിച്ചവൻ, കരുണയോട് നമ്മളെ ഇടപെട്ടവൻ, നമ്മുടെ സകല പാപങ്ങളിൽ നമ്മെ വിടുവിച്ച് നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നവൻ, അതായത് ഇരുന്നവൻ, ഇരിക്കുന്നവൻ, അതായത് ആയിരിക്കുന്നവൻ, അതായത് ഇപ്പോഴും നമ്മോട് കൂടെയുള്ളവൻ. ഞാൻ ആ വാക്യങ്ങളൊക്കെ മുമ്പ് ഞാൻ വിശദീകരിച്ചതാണല്ലോ. ഇരിക്കുന്നവൻ, നമ്മോട് കൂടെയുള്ളവൻ. ഇനി ഒന്നുകൂടെ വിശദീകരിക്കുകയാണെങ്കിൽ, നമ്മുടെ അധപ്പതിച്ചിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും സ്ഥിരമായ ഒരു പാറയിൽ നമ്മെ ഉറപ്പിച്ചവൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, ചേറ്റ് കണ്ടത്തിലായിരുന്നു, പാപക്കുഴിയിലായിരുന്നു എന്നൊക്കെ നമ്മൾ പാടുകയും നമ്മൾ അലങ്കാര ഭാഷയിൽ അതൊക്കെ പറയാറുണ്ടല്ലോ. അവിടുന്ന് നമ്മളെ കരം പിടിച്ച് വലിച്ചു കയറ്റി ഒരു സ്ഥിരമായ പാറമേൽ ഉറപ്പിച്ചവൻ, ഇപ്പോൾ നമ്മുടെ എല്ലാം ആശ്രയവും ഉറപ്പുമായിരിക്കുന്നവൻ. ഇനി എന്തുകൊണ്ട്, ഇനി നാളെ നമ്മുടെ ആയുസ്സിന്റെ അവസാന നിമിഷം വരെ നടത്തുന്നവെങ്കിൽ നിന്നാണ് നമ്മോടുള്ള കൃപ വെളിപ്പെടുന്നത്. ആ ശാശ്വത സമാധാനം നാം പ്രാപിക്കുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്നാണ് ആ കാര്യമെന്ന് ഇന്ന് രാത്രി നമുക്ക് ഉറയ്ക്കുവാൻ, അത് ആത്മാവിൽ ഗ്രഹിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ അത് മനസ്സിലാക്കുവാൻ ഇന്ന് രാത്രി ഇടവരട്ടെ. പ്രിയമുള്ളവരെ, വരുന്നവനായിരുന്നവൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, പല സന്ദർഭങ്ങളും നാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പല വിഷയങ്ങളും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ കൃപയും സമാധാനം നാം കാണേണ്ടതിനും അനുഭവിക്കേണ്ടതിനും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ ഒരുക്കത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും എന്താണ് കർത്താവ് എന്തൊക്കെയാണ് ഒരുക്കുന്നതെന്ന് കാണുവാനുള്ള ആ ഒരു പ്രാർത്ഥന, ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കുന്ന ആ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അന്നേരം നമ്മുടെ കൃപയും സമാധാനം ഒന്നുകൂടെ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്തുവാണ് നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നത്, എങ്ങനെയാണ് ദൈവം നമ്മൾ നടത്തുന്നത് എന്നുള്ള ആ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കുകയാണെങ്കിൽ നമ്മുടെ കൃപയും സമാധാനം അതിന്റെ ആഴത്തിൽ നിന്ന് മനസ്സിലാക്കുവാനും അതിൽ ആശ്വസിപ്പാനും ബലപ്പെടുവാനും നമുക്കിട വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ അങ്ങനെ ഒന്ന് പ്രകാശിക്കുവാൻ വേണ്ടി ഈ പറയുന്ന ഈ പരിശുദ്ധാത്മാവും പിതാവും പുത്രനും ഒക്കെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കേണ്ടതിന് അത് നമ്മിൽ നിന്ന് പുറപ്പെടണം, നമ്മുടെ ആഗ്രഹമായി തീരണം, നമ്മുടെ സമർപ്പണമായി തീരണം. അതിനുവേണ്ടി ദൈവം നമ്മളെ കുറിച്ച് കാത്തിരിപ്പുണ്ട്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇനി നമുക്കറിയാം, 7 സഭകൾക്കുള്ള ദൂത് എഴുതുമ്പോൾ ഇവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള വന്ദനം രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ലേഖനങ്ങളിലൊക്കെ, പൗലോസ് എഴുതിയ ലേഖനങ്ങളിലാണെങ്കിലും പത്രോസ് എഴുതിയ ലേഖനങ്ങളൊക്കെ ആണെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും വിവിധ രീതിയിലുള്ള വിവിധ വാചകങ്ങൾ ഉപയോഗിച്ച്, വാക്കുകൾ ഉപയോഗിച്ച്, വിവിധ നാമങ്ങൾ ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പേരിൽ വന്ദനം ചെയ്തിട്ടാണ് ലേഖനങ്ങൾ എഴുതുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഒരു കത്ത്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യയിലാണ് നമ്മുടെ രാജ്യമാതൃ, ഇന്ത്യൻ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അങ്ങനെ ഒരു 3-4 പേര്, ഏറ്റവും മുന്നേ സുപ്രീം കോടതി ജഡ്ജ് എന്ന് പറയുന്ന 3-4 പേര് ഒരുമിച്ച് സൈൻ ചെയ്ത ഒരു പേപ്പർ ഏതെങ്കിലും ഒരു വ്യക്തി അയക്കുമ്പോൾ, അല്ലെങ്കിൽ ഒക്കെ പ്രസിഡന്റ് മാത്രം അയക്കുന്ന ഒരു വ്യക്തി, പ്രസിഡന്റ് സമ്പൂർണ്ണ ആ ഒരു പദവിയെ ഞാൻ കുറച്ച് കാണുകയല്ല പറയുന്നത്, എന്നാൽ അങ്ങനെയുള്ള എല്ലാവരോടും കൂടി അയക്കുമ്പോൾ അവരുടെ ഒക്കെ ശ്രദ്ധ ഈ പറയുന്ന ഈ വ്യക്തി, കത്തയച്ച വ്യക്തിയിൽ ഉണ്ടെന്നല്ലേ അതിനർത്ഥം.
പ്രസിഡന്റ് മാത്രമായിരിക്കുമ്പോൾ പ്രസിഡന്റ് പേഴ്സണൽ ആയിട്ടായിരിക്കും. എന്നാൽ സുപ്രീം കോടതി ജഡ്ജ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ, അവർ 3 പേരും കൂടെ, അല്ലെങ്കിൽ ഇനി നമ്മുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സൈന്യത്തിന്റെ തലവന്മാർ, ഇവരെല്ലാം കൂടെ സൈൻ ചെയ്ത ഒരു പേപ്പർ വരുമ്പോൾ ഇവരെല്ലാവരും ശ്രദ്ധയോടെ നോക്കുന്ന ഒരു കാര്യമാണ് ആ വ്യക്തി, അല്ലെങ്കിൽ ശ്രദ്ധയോടെ കരുതുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ഇവിടെ നമുക്ക് അറിയാം, സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 7 സഭകൾക്ക് മാത്രമല്ല, 7 സഭ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ലോകമെമ്പാടുമുള്ള സമ്പൂർണ്ണ സഭയെ കാണിക്കുന്നു. 7 എന്ന് പറയുന്നത് ദൈവത്തിന്റെ നമ്പറാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സംഖ്യയാണ്. അത് സമ്പൂർണ്ണതയെ കാണിക്കുന്നു. ലോകമെമ്പാടുമുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപയും അങ്ങനെ ഒരു ആശംസിക്കുന്നതിൽ, അല്ലെങ്കിൽ കൃപയും സമാധാനം ആശംസിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സമീപനം ഗൗരവമുള്ളതാണ്. ഇന്ന് രാത്രി നാം അത് മനസ്സിലാക്കണം. നാം എത്രമാത്രം ഗൗരവത്തോടെ എടുക്കുന്നു എന്നുള്ളതല്ല, അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ഗൗരവത്തോടെയാണ് കർത്താവ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സഭയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ന് രാത്രി നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ, അതൊന്ന് ഗ്രഹിക്കുവാൻ ഇടവരട്ടെ. ഞാനും നിങ്ങളും അതിനെ ഓർക്കാതെ ദൈവത്തെയും ക്രിസ്തുയേശുവിന്റെ ശരീരമായ സഭയെയും ഗൗരവമായി ചിന്തിക്കാതെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ പോലും പിതൃപുത്ര പരിശുദ്ധാത്മാവും ദൈവം അതിനെ ഏറ്റവും ഗൗരവത്തോടെ തന്നെ കാണുന്നു എന്നാണ് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയതിനാലാണ് ഈ പുസ്തകം നമുക്ക് ഇപ്രകാരം എഴുതപ്പെട്ട് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. 7 സഭകൾക്കുള്ള ദൂതുകൾ, അവിടേക്കുള്ള ദൂതുകൾ വരുന്നത് എവിടെ നിന്നാണെന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതുന്നത്. ഞാൻ സഭ എന്നൊരു പദം ഞാൻ പറഞ്ഞല്ലോ. സഭയെക്കുറിച്ച് ഒന്നൊരു കാര്യം ഞാൻ പറയട്ടെ. സഭ ഒരിക്കലും ഒരു സംഘടനയല്ല. അതിനെ വ്യക്തമായി നാം വിവേചിക്കണം. ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ഓരോരോ അവയവങ്ങളാണ് ഞാനും നിങ്ങളുമെങ്കിൽ മറ്റുള്ള അവയവങ്ങളെയും അറിയണം. എന്റെ കൈ, കാൽ, കരങ്ങൾ എന്നൊക്കെ പറയും എന്റെ അവയവമായ അതിനെ ഞാൻ അറിയുന്നത് പോലെ മറ്റുള്ള അവയവങ്ങളെയും നാം അറിയണം. നിങ്ങളുടെ ഒരു അവയവമായ കാലിൽ ഒരു കൊതുക് കടിച്ച, അല്ലെങ്കിൽ കൊതുക് കടിച്ചു, അവിടെ സംഭവിച്ചു, അന്നേരം മറ്റൊരു അവയവമായ കരം അവിടെ എത്തിയിരിക്കും. കരത്തിന് വഴി കാണിച്ചു കൊടുക്കാൻ കണ്ണും ചിലപ്പോൾ ചെവിയും പിന്തുണ നൽകും. ഒന്നുകിൽ അവിടെ ചൊറിയാൻ, അല്ലെങ്കിൽ ആ കൊതിനെ അടിച്ചു കൊല്ലുവാൻ എന്ന പരത്തിൽ ആ നിലയിൽ ഒരു ആത്മീയ വിവേചനം ഈ കാലഘട്ടത്തിൽ സഭയെ കുറിച്ച് ഉണ്ടാകണം. എവിടെയാണ് ദൈവത്തിന്റെ യഥാർത്ഥമായ സഭ, ആ യൂണിവേഴ്സൽ ചർച്ചിലെ മെമ്പേഴ്സ്, ആ ദൈവിക ശേഷിപ്പ്, അതിലേക്കുള്ള ആ ഒരു കാഴ്ചപ്പാട് ഈ നാളുകളിൽ നാം പ്രാപിക്കണം. അങ്ങനെ ഒരു ആത്മീയ വളർച്ചയിലേക്കും ആത്മീയ ഒരുക്കത്തിലേക്കും നമുക്ക് മുന്നോട്ട് പോകണം. ഞാൻ ആ ഭാഗം പറഞ്ഞ് ഞാനവിടെ സഭയെ കുറിച്ച് പിന്നീട് വരുന്നുണ്ടല്ലോ. ആ സമയങ്ങളിൽ ദൈവാത്മാവ് പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നീട് പറയാം. ഞാൻ അവിടെ നിന്നിട്ടെ ഞാൻ അതിന്റെ അടുത്ത 6-ാം വാക്യത്തിലേക്ക് കടന്നു പോട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനായവന് എന്നേക്ക് മഹത്വവും ബലവും ആമേൻ. നമ്മൾ 4-5 വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 1-ാം 4-5 വാക്യങ്ങൾ ഒരുമിച്ചാണ് നാം പഠിച്ചത്. കാരണം അതൊരേ പറയാം. അതുപോലെ തന്നെ 5-6 വാക്യങ്ങൾ ഒരുമിച്ച് പഠിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു. അത് കാരണം കണക്റ്റഡ് ആണ്. ആ 2 വാക്യത്തിലെ സന്ദേശങ്ങൾ അങ്ങോട്ടും വീണ്ടും കണക്റ്റഡ് ആയതുകൊണ്ട് അത് ഒരുമിച്ച് തന്നെ പഠിക്കേണ്ടത്. നാം പഠിച്ച വാക്യങ്ങൾ 5-ാമത്തെ വാക്യത്തിൽ നാം പഠിച്ചു, വിശ്വസ സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജകന്മാർക്കും അധിപതിയുമായ യേശുക്രിസ്തു നമുക്ക് എന്താണെന്ന് ചെയ്തതെന്ന് 6-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. വിശ്വസ സാക്ഷി എന്ന് പറയുന്ന ഒരു പ്രവാചക പദവി എന്ന് പറഞ്ഞു. മരിച്ചവർ ആദ്യജാതൻ എന്ന് പറയുന്ന ഒരു പുരോഹിത പദവിയാണെന്ന് കണ്ടു. അതുപോലെ തന്നെ ഭൂരാജകന്മാർ അതിരാജാതി രാജാവാണെന്ന് കണ്ടു. ആ കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്തത് എന്ന് ഈ 6-ാം വാക്യത്തിൽ ഞാൻ കാണുന്നു. ആ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. ഞാൻ ഒന്നുകൂടെ അതിന്റെ ഒരു പദം ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഞാനൊന്ന് വായിക്കുന്നു. നമ്മൾ വായിച്ചു, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടിവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്ക് മഹത്വബലവും ആമേൻ. അതിനെ ഞാൻ ഇങ്ങനെ മാറ്റുന്നു, നമ്മെ സ്നേഹിക്കുന്നവരും തന്റെ രക്തത്താൽ, ഞാൻ ആ പദം ആദ്യം കൊണ്ടുവന്നു, തന്റെ രക്തത്താൽ നമ്മുടെ പാപം പോക്കി നമ്മെ വിടിവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്ക് മഹത്വവും ബലവും ആമേൻ. ഞാൻ ആ ഓർഡറിൽ ഞാൻ ഈ പദങ്ങൾ ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യം കൊടുത്തിരിക്കുന്നത് നമ്മെ സ്നേഹിക്കുന്നവൻ. ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് വർത്തമാന കാല പദമായിട്ടാണ്. നമ്മുടെ ഇപ്പോൾ സ്നേഹിക്കുന്നവൻ, ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവൻ. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ അവസാനത്തോളം സ്നേഹിച്ചു. സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അവസാനത്തോളം സ്നേഹിച്ചു തന്റെ ശിഷ്യന്മാരെ, തന്റെ പ്രിയപ്പെട്ടവരെ അവസാനത്തോളം സ്നേഹിച്ചു. അതായത് ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്ത ഒരു സ്നേഹം. അന്ന് ഏത് സ്നേഹം? ലോകം ആരംഭിക്കുന്നതിന് മുമ്പ്, പ്രപഞ്ചത്തിന് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് ക്രിസ്തുയേശുവിൽ നമ്മെ തെരഞ്ഞെടുത്ത, ആ മുന്നറിവിൽ തെരഞ്ഞെടുത്ത ഒരു സ്നേഹം. നമ്മൾ ജനിക്കുന്നതിനും നമ്മൾ ഉണ്ടാകുന്നതിനും നമ്മൾ എന്ന പേര് അതൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ്, നമ്മൾ ഉണ്ടാകുന്ന കുലം ഉണ്ടാകുന്നതിന് മുമ്പ്, നമ്മൾ ഉണ്ടാകുന്ന രാജ്യത്ത്, നമ്മൾ ഉണ്ടായ രാജ്യത്ത് ഒരു ജനവാസം ഉണ്ടാകുന്നതിന് മുമ്പ്
ലോകം തന്നെ സ്ഥാപിക്കുന്നതിന് മുമ്പ് നമ്മെ തിരഞ്ഞെടുത്തൊരു സ്നേഹം ഇന്നും കുറഞ്ഞിട്ടില്ല എന്നാണ് നമ്മെ സ്നേഹിക്കുന്നവൻ എന്നുള്ള പദം. അന്നേരം ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു പദമാണ്, നമ്മൾ ധൈര്യത്തിനായിട്ട് മറ്റുള്ളവർ പ്രാർത്ഥന കേൾക്കുന്നവരുടെ ധൈര്യത്തിനായിട്ട് യഹോവയുടെ കരം ഇന്നും കുറുതായിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അത് നമ്മുടെ ഏതെങ്കിലും ഭൗതിക ആവശ്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നാം അത് പറയാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഭൗതിക ആവശ്യം പ്രാർത്ഥിക്കുമ്പോൾ മാത്രം പറയാനുള്ള ഒരു പദം, അല്ലെങ്കിൽ ഓർക്കാൻ മാത്രമുള്ള ഒരു പദമല്ല. ഇന്നും നമ്മളെ തേടി വരുന്ന ദൈവസ്നേഹം അത് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. യഹോവയുടെ കരം കുറുതായിട്ടില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം, ഇന്നും നമ്മളോടുള്ള സ്നേഹം, നമ്മളോടുള്ള കരുണ, നമ്മളോടുള്ള ആ കൃപ അത് കുറഞ്ഞിട്ടില്ല എന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കാണുവാൻ, ആ ഒരു ആത്മതലത്തിൽ അതിനെ മനസ്സിലാക്കുവാൻ ദൈവാത്മാവ് എല്ലാവരുടെയും ഉള്ളത്തെ ബലപ്പെടുത്തിയെടുക്കട്ടെ. ഞാൻ മുന്നോട്ട് പോട്ടെ. കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം വെളിപ്പാടിൽ ഗ്രഹിച്ച പൗലോസ് പറയുന്നുണ്ട്, ഇത്ര വലിയ സ്നേഹം ക്രിസ്തുവിൽ നിന്ന് ഒഴുകി വരുമ്പോൾ ഈ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന, റോമലേഖനം 8-ാം അധ്യായത്തിലാണ് അവിടെ 17 കൂട്ടം കാര്യങ്ങൾ പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒഴുകി വരുന്ന സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? ആ പദങ്ങൾ ഞാൻ ഒന്ന് വായിച്ചു പോട്ടെ. കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാൾ, മരണം, ജീവൻ, ദൂതന്മാർ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, ഉയരത്തിന്, ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ. 17 കാര്യങ്ങളോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നമ്മൾ ഒഴുകി വരുന്ന സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നവര് 8-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ പറയാണ്, യാതൊന്നിനും സാധ്യമല്ല. പൗലോസ് പറയാണ്, ആത്മാവിൽ പറയാണ്, യാതൊന്നിനും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ഉണ്ട്. കഷ്ടതയുണ്ട്, സങ്കടമുണ്ട്, ഉപദ്രവമുണ്ട്, പട്ടിണിയുണ്ട്. പട്ടിണി ഈ പറയുന്ന പോലെ ഒന്നും നമുക്കിപ്പോ ഇല്ലായിരിക്കാം, പക്ഷേ നഗ്നതയും അതുമില്ലായിരിക്കാം. പക്ഷെ ആപത്തുണ്ട്, വാളുണ്ട്, മരണമുണ്ട്, നമ്മുടെ ജീവന ചോദ്യങ്ങളിൽ പല കാര്യങ്ങളുണ്ട്, ദൂതന്മാർ, വാഴ്ചകൾ, അതൊക്കെ ആത്മമണ്ഡലത്തിൽ, അതിനെക്കുറിച്ച് നമുക്ക് കാര്യമായ ഗ്രാഹ്യമില്ലെങ്കിലും ഇതൊക്കെ അവിടെ ഉണ്ട്. ഇതിനൊന്നിനും സാധ്യമല്ല. കാരണം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. 8-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. സുവിശേഷങ്ങളിൽ കർത്താവ് പറഞ്ഞ രൂപമേ നോക്കുകയാണെങ്കിൽ അധികം ഇളച്ചു കിട്ടിയവരാണ് നാം ഓരോരുത്തരും. അധികം ഇളച്ചു കിട്ടിയവർ ആയതുകൊണ്ട് അധികം ദൈവത്തെ സ്നേഹിക്കുകയും അധികം നന്ദിയുള്ളവരായി നാം ദൈവസന്നിധിയിലായിരിക്കണം. നമ്മുടെ പാപത്തെക്കുറിച്ചും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചും, കഴിഞ്ഞകാല ജീവിതത്തോടെ നാം എവിടെയായിരുന്നു ആത്മാവിൽ ഗ്രഹിക്കുന്നവർക്ക്, ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരുപക്ഷെ ഒരു പെന്തക്കോസ്ത് മാതാപിതാക്കളുടെ കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിൽ പ്രിയമുള്ളവർ ഒരു പരിധിയിൽ കൂടുതൽ വിചാരിക്കത്തില്ല വലിയ പാപികളാണെന്നൊന്നും. അത് ഏറ്റവും വലിയ അബദ്ധമാണ്. എന്നാൽ താം എവിടെയായിരുന്നു, എവിടെ നിങ്ങൾ അവകാശമായിരുന്നു, എങ്ങോട്ടായിരുന്നു പോയിരുന്നുള്ളത് ആത്മാവിൽ ഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ചിന്തിക്കാൻ കഴിയും, അധികം ഇളച്ചു കിട്ടിയവരാണ് നാം ഓരോരുത്തരും. ഇന്ന് രാത്രി അധികം വിളച്ചു കിട്ടിയവർ, അവർ അധികം സ്നേഹിക്കുകയും അധികം അധികം നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത് നമ്മുടെ അന്തരംഗത്തിന് ബോധ്യമായാൽ കർത്താവിന്റെ സ്നേഹത്തെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നമ്മളെ ഒരു പൂർണ്ണ ജയത്തിലേക്ക് നയിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രിയമുള്ളവരെ, ഈ സ്നേഹ കൂട്ടായ്മയിലേക്കുള്ള തുടക്കം നമ്മളിൽ നിന്നായിരുന്നില്ല. യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, അവൻ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. 1 യോഹന്നാൻ 4:19 പറയാം. അവൻ ആദ്യം സ്നേഹിച്ചുകൊണ്ട്, സ്നേഹിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ലോകസ്ഥാപനം മുമ്പ് സ്നേഹിക്കുന്ന ആ സ്നേഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. പ്രിയമുള്ളവരെ, സ്നേഹവാനായ ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള പ്രവൃത്തിയാണ് പിന്നെ നമുക്ക് തുടർന്ന് വായിക്കുന്നത്, തുടർന്ന് വിവരിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിൽ തന്റെ രക്തത്താൽ നമ്മുടെ പാപം പോക്കി നമ്മെ വിടുവിച്ചു. തന്റെ രക്തത്താൽ നമ്മുടെ പാപം പോക്കി നമ്മെ വിടുവിച്ചു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 27-28 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. പിന്നെ കർത്താവ് പറയാണ്, പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്ത്, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. ഇങ്ങനെ പറഞ്ഞിട്ട് കാൽവറിയിലേക്ക് പോകുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത നാഥന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല പാപവും അതൊന്നും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, പാപമോചനത്തിനായി അല്ലെങ്കിൽ ഇനി രക്ഷിക്കപ്പെടുവാനായി ലോകത്തിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അത് നാം തിരിച്ചറിയണം. ആകെ ഒരേ ഒരു നാമമേ ഉള്ളൂ പാപമോചനത്തിൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ലോകത്തിന്റെ നടുവിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം. അതിനർത്ഥം ദൈവമല്ലാതെ മറ്റൊരുവനും പാപം മോചിക്കുവാനുള്ള അധികാരമില്ല എന്നുള്ളതാണ്. ദൈവത്തിന് മാത്രമേ പാപം മോചിക്കുവാൻ അധികാരമുള്ളൂ. ദൈവം മുമ്പാകെയാണ് നാം നമ്മുടെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടത്.
അവന് മാത്രമേ അധികാരമുള്ളൂ എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ചില കാര്യങ്ങളോട് ഞാൻ അതിനോട് ചേർത്ത് പറയട്ടെ. പഴയ നിയമ യാഗങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണത്തിന് നിഴലാണ്. നമ്മൾ അതിനോട് ചേർത്ത് പഠിക്കാറുണ്ട്. പക്ഷെ അത് തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയാത്തത്ര വലിയ ഉന്നതിയിലാണ് കാൽവരിയിലെ പ്രായശ്ചിത്ത മരണം. അത് നിഴലാണ്, അതിന്റെ നിഴലിന്റെ പൊരുളാണെന്നൊക്കെ നമ്മൾ ഇത് ഈസി മട്ടിലൊക്കെ പറഞ്ഞു പോകാറുണ്ട്. പക്ഷെ നമുക്കത് താരതമ്യം ചെയ്യാൻ കഴിയുന്നതിനേക്കാളൊക്കെ ഒത്തിരി ഉന്നതിയിലാണ്. പഴയ നിയമ യാഗങ്ങളുടെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ യാഗത്തിന്റെയൊക്കെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ വേണ്ടി പഴയ നിയമ യാഗങ്ങളെ കുറിച്ച് പല നിബന്ധനകൾ ഇസ്രായേലിന് കൊടുത്തിരുന്നു. വേദപുസ്തകം നമ്മൾ ലേവ്യ പുസ്തകം തൊട്ട് നോക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ യാതൊരു ഊനവുമില്ലാത്ത ഏറ്റവും ഊർജ്ജസ്വലമായ പ്രായമുള്ള യാഗമൃഗത്തെ തിരഞ്ഞെടുക്കണമായിരുന്നു. സാധാരണ ജനങ്ങൾ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്ന ആ യാഗമൃഗത്തെ പരിശോധിക്കുവാനായിട്ട് പുരോഹിത കൂട്ടങ്ങളും മറ്റുള്ളവരും ഒക്കെ കാത്തിരിക്കുമായിരുന്നു. എന്തെങ്കിലും ഊനമോ കുറവോ ഉണ്ടെങ്കിൽ അന്നേരം ഭയത്തോടെ അവർ ശ്രദ്ധാപൂർവമാണ് ആ യാഗമൃഗത്തെ തിരഞ്ഞെടുത്തിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ്, അർപ്പിക്കേണ്ട വിധങ്ങൾ തുടങ്ങിയ ഒരു യാഗാർപ്പകനെ അതിന് പൂർണ്ണ ഗൗരവത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിന് അതിന് പല തരത്തിലുള്ള പല നിബന്ധനകൾ പഴയ നിയമത്തിൽ മുഴുവൻ കൊടുക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ വയസ്സ് പറയാറുണ്ട്, കളർ പറയുന്നുണ്ട്, അതിന്റെ ഏത് ഇനത്തിലുള്ളത് പറയുന്നുണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ളത്. അങ്ങനെ ഒരെണ്ണത്തിന് തന്റെ കുടുംബത്തിലില്ലെങ്കിൽ അതിനെ അന്വേഷിച്ച് താൻ കടന്നു പോകേണ്ടതുണ്ട്. അങ്ങനെ അതിനെ അന്വേഷിച്ച് കണ്ടെത്തി അങ്ങനെ ഒരു നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് ഈ പറയുന്ന ഈ പുതിയ നിയമത്തിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ ശ്രേഷ്ഠതയെ അതിനെ ആത്മാവിൽ ഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, പഴയ നിയമ യാഗത്തെ കുറിച്ച് പറയുമ്പോൾ കേവലം ഒരു മൃഗത്തെ കൊലയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ സകല പാപവും തീരുമെങ്കിൽ സമ്പന്നരായവരൊക്കെ നിത്യയിൽ എത്തിയേനെ. പഴയ നിയമ യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒരു യാഗം കഴിച്ചതുകൊണ്ട്, എന്നാൽ അങ്ങനെ അല്ലെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായ ഒരു യുവാവിനോടുള്ള സംഭാഷണത്തിൽ 10-ാം അധ്യായത്തിലെ ആ സമ്പന്നനായ ഒരു യുവാവിനോടുള്ള സംഭാഷണത്തിൽ കർത്താവായ യേശുക്രിസ്തു വ്യക്തമാക്കുന്നുണ്ട്. അതിലൊരു തുടർ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന പ്രയാസം എന്നുള്ള ആ കാര്യമൊക്കെ നമുക്കറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരു മൃഗത്തെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാപപരിഹാരം ഉണ്ടാകുന്ന അതല്ല, അതിനേക്കാളൊക്കെ ആഴമേറിയ അർത്ഥം അതിനുണ്ടെന്നുള്ളതാണ് ദാവീദ് പരിശുദ്ധാത്മാവിൽ പറയുന്ന ഇപ്പോഴാണ് 51-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിന് നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഇന്ന് രാത്രി ആ തലത്തിലേക്ക് വരുമ്പോഴാണ് ഈ യാഗത്തിന്റെ ആഴം മനസ്സിലാക്കുന്നത്. ഒരു മൃഗത്തെ കൊലയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വില കൊടുക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടായെന്ന് നാം ആരും ചിന്തിക്കരുത്. അതിന്റെ ആഴം ഒന്ന് രാത്രി മനസ്സിലാക്കുക. ദാവീദ് തുറന്നു പറയാണ്, നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ, അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളുകളെ അർപ്പിക്കും. ആ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും അത് പരിശുദ്ധാത്മാവിൽ ഗ്രഹിച്ച് തകർന്ന ഹൃദയവുമായി ചെല്ലുന്നവന്റെ യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് ദാവീദിന് ആ കാലത്തിൽ മനസ്സിലായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ നാം സമർപ്പണത്തോടെ ആ പശ്ചാത്താപത്തോടെ നമ്മളെ തന്നെ ക്രമീകരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. കാൽവരി ക്രൂശ് നടന്ന യാഗമരണത്തിന്റെ മഹാത്മ്യം, ആ മഹാത്മ്യം ഉണ്ട്. നമ്മൾ കർത്തൃമേശ പാടുമ്പോ പാട്ട് ഓർക്കുന്നുണ്ടല്ലോ. ആ മഹാത്മ്യം നാം എല്ലാവരും നന്നായി ഗ്രഹിക്കേണ്ടതുണ്ട്, നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെ നമ്മുടെ ജീവകാലം എല്ലാം ഓർക്കേണ്ടതുണ്ട്. അതിനായിട്ടാണ് നമ്മുടെ കൊടിവരകളിലൊക്കെ കർത്തൃമേശയെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിലൂടെ നമ്മെ വീണ്ടും വീണ്ടും പരിശോധിക്കുവാനും ക്രമീകരിക്കുവാനും ഇടയുണ്ടാകണം. നമ്മളൊരു പഴയ നിയമത്തിൽ ആണ്ടുതോറും അല്ലെങ്കിൽ മാസം തോറും അല്ലെങ്കിൽ ദിനം പ്രതി നടത്തുന്ന യാഗങ്ങൾ ഇനി വേണ്ട. കാരണം തന്റെ പാപങ്ങൾക്കോ അബദ്ധങ്ങൾക്കോ വേണ്ടിയോ ഒരു യാഗം ആവശ്യമില്ലാത്ത ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഒരു സമ്പൂർണ്ണ യാഗം അർപ്പിച്ച് ആ രക്തവുമായി ദൈവസന്നിധിയിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഇനിയൊരു യാഗം, പഴയ നിയമത്തിൽ പറയുന്നത് പോലെ ഒരു യാഗം ഇനി നമുക്ക് ആവശ്യമില്ല. അവന്റെ രക്തത്താൽ നമ്മെ വെടിവെച്ച് പാപം പോക്കിയതാണല്ലോ നമ്മൾ കാണുന്നത്. അവന്റെ രക്തത്താൽ പാപം പോക്കി നമ്മൾ വെച്ചു. ഇപ്പോൾ പുതിയ നിയമത്തിലെ ചില വാക്യങ്ങളോട് ഞാൻ കടന്നു പോകട്ടെ. ഈ രക്തത്തിനാൽ ദൈവകോപത്തിൽ നിന്ന് നാം വിടുവിക്കപ്പെട്ടു. റോമാലേഖനം 5:9. ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നാം വിടുവിക്കപ്പെട്ടു. ദൈവത്തിന് അതിനർത്ഥം ദൈവത്തിന് നമ്മളോട് എല്ലാവരോടും ദേഷ്യം എന്നാണെന്നല്ല അതിനർത്ഥം. എപ്പോഴും ഒത്തിരി ദേഷ്യപ്പെട്ടിരിക്കുന്നു, ദേഷ്യം സമീപിപ്പാൻ അതിനുവേണ്ടി, അങ്ങനെയൊന്നല്ല അതിനർത്ഥം. ദൈവിക പരിശുദ്ധിയുടെ മുമ്പാകെ വരാൻ കഴിയാത്തവണ്ണം മലിനമായി അതിന്റെ അവസ്ഥയിൽ നിന്നുള്ള ആ കോപത്തിൽ, ആ സാമീപ്യത്തിലേക്ക് വരാൻ കഴിയാത്ത ആ അവസ്ഥയിൽ നിന്ന്
അതിനൊരു മോചനം, അതിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. എഫേസ്യ ലേഖനം 1:7 വാക്യം, അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് ഉണ്ട് ഈ രക്തത്താൽ. ഈ രക്തത്താൽ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. ഈ രക്തത്താൽ നമ്മുടെ നീതീകരണം സാധ്യമായി. റോമാലേഖനം 5:9 വാക്യം. എബ്രായ ലേഖനം 10:20 വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ രക്തത്തിനാൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം സാധ്യമായി. കൃപാസനം വരെ ചെല്ലുവാനുള്ള ആ പ്രവേശനം സാധ്യമായി. എഫേസ്യ ലേഖനം 2:13 വാക്യത്തിൽ പറയാണ്, നാം എല്ലാവരും ഈ രക്തത്തിനാൽ ദൈവത്തിനോട് സമീപസ്ഥരായി ദൈവത്തിന്റെ സാമീപ്യം, സാന്നിധ്യം അനുഭവിക്കാനുള്ള ഭാഗ്യപദവി പ്രാപിപ്പാൻ നമുക്ക് കഴിഞ്ഞു ഈ രക്തത്തിനാൽ. നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തില് ദൈവസന്നിധിയിൽ കാണപ്പെട്ട ഒരു പുസ്തകത്തെ കുറിച്ച് 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പുസ്തകത്തിന് മുദ്ര പൊട്ടിക്കുവാൻ യോഗ്യതയുള്ള ഒരാളെ അവിടെ കാണാതിരുന്ന സമയത്ത് യോഹന്നാൻ കരഞ്ഞതായി നമുക്ക് കാണുന്നുണ്ട്. തുടർന്ന് അവിടെ മൂപ്പന്മാരിൽ ഒരുത്തൻ മുദ്ര പൊട്ടിക്കുവാൻ തക്ക യോഗ്യതയും ജയവും പ്രാപിച്ചവനെ പരിചയപ്പെടുത്തുന്നുണ്ട്. വെളിപ്പാട് ദിവസം 5-ാം അധ്യായത്തിൽ 4 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വായിക്കട്ടെ. 5-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക്കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ആ പദം നോക്കുക, അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടെ അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വ്യക്തമാവുന്നത് കാൽവറി ക്രൂശിലെ യാഗത്തിന്റെ സമ്പൂർണതയാണ്. വേറൊരു ഭാഗത്ത് വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിന്റെ 8-ാം ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗം, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. എന്നാൽ ആ യാഗത്തിന്റെ സമ്പൂർണതയാണ്. ലോകസ്ഥാപനം മുതൽ ഭാവിയിൽ യോഹന്നാൻ കണ്ട ഈ ദർശനം നടക്കുന്ന നാൾ വരെയും പാപമോചനത്തിനായി നമ്മുടെ അതിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു മഹാപുരോഹിതൻ. ഇതിനോട് ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത ബലിമരണത്തിലൂടെ ചൊരിയപ്പെട്ട രക്തം കൈകാര്യം ചെയ്യുന്നത്, കാരണം ദൈവസന്നിധിയിൽ നിന്ന് ഈ രക്തം കൈകാര്യം ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അത് ദൈവത്തിന്റെ തിരുഹിതവും പ്രസാദ പ്രകാരവുമാണ് അവൻ അത് ചെയ്യുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി രക്തം ചിന്തി മരിച്ച കർത്താവ് തന്റെ രക്തവുമായി കടന്നുപോയി സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതനാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ അത് ആ തലത്തിൽ ചെയ്തെടുക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അവന് 1-2 ആത്മീയ അർത്ഥങ്ങളുണ്ട് അതില്. ഒന്ന്, മറ്റൊരു വ്യക്തിയുടെ പാപം മോചിക്കണം എന്ന് പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പറയുവാനോ നമുക്ക് ആർക്കും അധികാരമില്ല. നമുക്കുള്ള അധികാരം, എന്റെ പാപം, നമുക്കതിനെക്കുറിച്ച് ഒരു കൺവിഷൻ, നമുക്ക് അതിനെക്കുറിച്ച് ഒരു അനുതാപം ഉണ്ടായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന് എന്റെ പാപം ക്ഷമിക്കണമേ എന്ന് പറവാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. മറ്റൊരു വ്യക്തിയെ കുറിച്ച് പറവാൻ, നമ്മൾ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അവരുടെ പാപം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അത് നമ്മുടെ ചുറ്റും നടക്കുന്ന വിവിധ സമുദായങ്ങളിൽ നടക്കുന്നതൊക്കെ ദൈവത്തിന്റെ വിരോധം അല്ലെങ്കിൽ ദൈവദൂഷണമാണെന്ന് പറവാൻ കാരണമായി തീരുന്ന അതാണ്. മറ്റൊരു വ്യക്തിയുടെ പാപം മോചിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് അധികാരമില്ല. പാപം മോചിക്കപ്പെടണമെങ്കിൽ, നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ആ വ്യക്തി അവരവരുടെ പാപങ്ങളിൽ അനുദപിച്ച് അവന്റെ മുമ്പാകെ ഏറ്റുപറയണം. നമുക്കറിയാം മറ്റുള്ളവർ പഴയ നിയമത്തിൽ പറയുന്നുള്ള മറ്റുള്ളവർക്ക് വേണ്ടി വീണ്ടെടുപ്പ് കൊടുക്കുവാൻ ആർക്ക് സാധ്യമല്ല എന്ന് പഴയ നിയമം നമ്മളോട് പറയുന്നുണ്ട്. പുതിയ നിയമത്തിലും ആര് മാനസാന്തരപ്പെടുന്നുവോ, ആർ അവനെ രക്ഷിതാവായി സ്വീകരിക്കുമോ, അല്ലെങ്കിൽ ആർ അവന്റെ കർത്തൃത്വം അംഗീകരിക്കുമോ, അവർ അവന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കും. രക്തത്താലുള്ള അല്ലെങ്കിൽ ആ ഭാഗ്യാവസ്ഥ പ്രാപിക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ചില വാക്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. ഞാൻ 2 കാര്യങ്ങൾ ഇവിടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ കർത്താവ് തന്നെയാണ് സമ്പാദിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു ദൈവ വഴി ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനേ നമ്മളെ കൊണ്ട് കഴിയുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ക്ലെയിം ചെയ്യാറുണ്ട് ഇത്ര ആത്മാക്കളെ നേടി എന്നൊക്കെയുള്ളത്. പക്ഷെ കർത്താവാണ് സഭയോട് കൂടെ ചേർത്തിരിക്കുന്നത്, കർത്താവാണ് രക്ഷിക്കുന്നത്, കർത്താവാണ് നീതീകരിക്കുന്നത്, കർത്താവാണ് അതെല്ലാം ചെയ്തെടുക്കുന്നത്. എന്നാൽ ഇങ്ങനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുള്ളൂ. അതിനായി നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് ശിഷ്യന്മാരാക്കിക്കൊണ്ട് സുവിശേഷം പറവാനും ആ നിലയിൽ പ്രവർത്തിക്കുവാനാണ് കർത്താവ് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു.
തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പ്രായശ്ചിത്തമാക്കപ്പെട്ട ക്രിസ്തുവിന്റെ യാഗത്താൽ പാപം മോചിക്കപ്പെട്ടപ്പോൾ ദൈവം മാറിപ്പോയി, മാറിപ്പോകും. ദൈവകോപം മാറിപ്പോയി. അതുപോലെ വിശ്വാസത്താൽ തന്നിലേക്ക് തിരിയുന്ന ഏതൊരു പാപിയോടും അവൻ ന്യായമായി ക്ഷമിക്കുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വായിച്ചൊരു വാക്യമാണല്ലോ എഫേസ്യർ 1-ാം വാക്യം. അവരിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. 2-ാം 13-ാം വാക്യത്തിൽ മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിരുന്നു. ഈ പറഞ്ഞ വാക്യങ്ങളിലൊക്കെ വീണ്ടെടുക്കുക, ശുദ്ധീകരിക്കുക, നീതീകരിക്കുക എന്നീ പ്രവൃത്തികളെല്ലാം ചെയ്തെടുക്കുന്നത് കർത്താവ് തന്നെയാണ്. അത് നാം മനസ്സിലാക്കണം. അതിനനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങളൊക്കെ ചില അബദ്ധങ്ങളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ചേർത്ത് ഞാൻ പറയുന്നത് അതൊരു കർത്താവിന്റെ രക്തത്താൽ ഉണ്ടായ പ്രായശ്ചിത്തത്തിലൂടെ ദൈവമക്കളായ നമുക്ക് ആ രക്തം കൈകാര്യം ചെയ്യുന്നതിൽ നമ്മൾ ചിലപ്പോഴൊക്കെ പല അബദ്ധങ്ങൾ ചെയ്യാറുണ്ട്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അത് നമ്മുടെ അറിവില്ലായ്മയിൽ നിന്നാണ്. യേശുവിന്റെ രക്തത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മുദ്രയിടാറുണ്ട്. അങ്ങനെ ഒരു മുദ്രയിടാനുള്ള അധികാരവും അവകാശവും നമുക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദൈവവചനം അതിനൊരു തെളിവ് തരുന്നില്ല. ഞാൻ മുമ്പ് ഈ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞപ്പോൾ ദുരുപദേശം പറയുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രയാസമൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ അങ്കി കളങ്കപ്പെട്ടാൽ, നമ്മളൊരു പാപത്തിൽ വീണാലും നാം രക്ഷിക്കപ്പെട്ട പൈതങ്ങളാണ്, നാം മുന്നോട്ട് പോകുന്നത് ക്രിസ്തുവിനെ നയിക്കുന്നു. നമ്മുടെയൊക്കെ അങ്കി, നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധ വസ്ത്രം കളങ്കപ്പെട്ടാൽ കർത്താവിന്റെ അടുക്കൽ ചെന്ന് അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മോട് കൃപ തോന്നി അവൻ അതിനെ ക്ഷമിച്ച് ആ അങ്കി വിശുദ്ധിയാക്കുവാൻ അവൻ അതിനെ സഹായിക്കും. ഇനി ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ, ഒരു ഇമാജിനേഷൻ പോലെ. ഇനി കർത്താവ് ഈ പ്രായശ്ചിത്ത രക്തം കൊണ്ട്, അവൻ തന്റെ കയ്യിൽ രക്തമുണ്ട്, അങ്ങനെ രക്തം എന്ന് പറഞ്ഞാൽ ആലങ്കാരിക ഭാഷയാണ്. അങ്ങനെ രക്തം കൊണ്ട് നമ്മുടെ അടുക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായി കർത്താവിനോട് അത് എവിടെ തളിക്കാൻ, അല്ലെങ്കിൽ എവിടെ ഒഴിക്കുവാൻ, എവിടെ കഴുകുവാൻ പറയും? നമ്മളെല്ലാവരും പറയുന്നത് എന്റെ ഹൃദയത്തിൽ, എന്റെ മേലെ നല്ലതെന്ന് പറയുള്ളൂ. അല്ല അടുത്തിരിക്കുന്ന ഒരു വ്യക്തികളൊന്നും പറയാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ വിശുദ്ധിയിലായിരിക്കുമ്പോൾ ആ ഒരു തരത്തിൽ, ഞാൻ അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലും അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു വീട് കയറി താമസത്തിന് ഞാനൊരു പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യേശുവിന്റെ രക്തത്തിൽ ഈ വീടും പരിസരങ്ങളും ഗേറ്റും എല്ലാം മുദ്രയിടുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു തീക്കിരയാവുന്ന ഒരു കെട്ടിടത്തിലോ ദൈവ സ്നേഹത്തോട് ശത്രുത്വം നൽകുന്ന ലോകത്തിന്റെ ഏതെങ്കിലും മഹത്വത്തിനോ ഒരു വാഹത്തിനോ അതിനൊന്നും മുദ്രയിട്ട് പ്രാർത്ഥിപ്പാൻ അതിന് നിർത്തിക്കരുത്. അല്പം കൂടെ ഭയത്തോടെ നാം അതിനെ സമീപിക്കുകയും അതിന്റെ വില, അതിന്റെ ആഴം അല്പം കൂടെ മനസ്സിലാക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം അത് മനസ്സിലാകുവാൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇനി വിശ്വാസികളുടെ പൗരോഹിത്യത്തെ കുറിച്ചാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ അടുത്ത പദം പറയുന്നത് നമ്മെ രാജ്യവും പുരോഹിതന്മാരാക്കി. അതിന് ഞാൻ ആദ്യം പുരോഹിത്യം എന്നുള്ള പദം ഞാനൊന്ന് വിശദീകരിച്ചിട്ട് രാജ്യം എന്നുള്ള പദത്തിലേക്ക് വരാം. ഇവിടെ പറയുന്നുണ്ട്, പഴയ നിയമത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും മധ്യ നിൽക്കുവാൻ പുരോഹിതന്മാരും പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. ദൈവത്തിൽ നിന്ന് പറവാനായി പ്രവാചകനായിട്ട്, ദൈവത്തോട് പറവാനായിട്ട് പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് ആ ധൈര്യമുണ്ട്, നാം അത് മനസ്സിലാക്കിയവരുമാണ്. കാരണം നാം ഓരോരുത്തരും പുരോഹിതന്മാരാണ്. പ്രവാചകൻ, ഞാൻ പറഞ്ഞ ഒരു മഹാപ്രവാചകനായി ദൈവമുണ്ട്. ദൈവത്തിന് ഹൃദയമുള്ളതെല്ലാം നമ്മളോട് നേരിട്ട് അറിയിപ്പാൻ ദൈവത്തിന് പ്രസാദമുണ്ട്. ദൈവം അത് ചെയ്തെടുക്കുന്നുണ്ട്. നാം ഓരോരുത്തരും പുരോഹിതന്മാരാണ്. അന്നേരം പ്രവാചകൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് കർത്താവ് ദൈവവചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നമ്മളെ നേരിട്ട് പ്രബോധിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പ്രവാചകൻ എന്നുള്ള പദം ഞാൻ നിങ്ങളെ വിശദീകരിച്ചപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനോട് ചേർത്ത് ഞാൻ പറയാണ്, അന്നേരം നമ്മളെ നേരിട്ട് ദൈവം അത് പ്രബോധിപ്പിക്കുന്നുണ്ട്. ഇനി പുരോഹിതൻ, ഇനി നമുക്കറിയാം പുരോഹിതൻ അവരെന്ത് ചെയ്യുന്നത്, ദൈവസന്നിധിയിൽ മനുഷ്യർക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരാണ്. എന്നാൽ ഒരു പുരോഹിതൻ എന്ന പദവി, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ദൈവസന്നിധി ധൈര്യത്തോട് ചെല്ലുവാനുള്ള പദവിയെ സ്വാതന്ത്ര്യത്തെയും കാണിക്കുന്ന ഒരു പദമാണ് പുരോഹിതൻ. ദേവാലയത്തിനുള്ളിൽ ചെല്ലുവാനും ദേവാലയത്തിലെ വിശുദ്ധ വസ്തുക്കളെ കൈകാര്യം ചെയ്യുവാനും അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് ഒരാൾക്കെങ്കിലും ചെല്ലുവാനുള്ളത് പുരോഹിതന്മാർക്കേ ഉള്ളായിരുന്നു. സാധാരണ ജനത്തിന് ദേവാലയത്തിലെ വിശുദ്ധ സ്ഥലത്തേക്കോ വിശുദ്ധ വസ്തുക്കളെ ഒന്നും തൊടുവാനുള്ള അധികാരമില്ലായിരുന്നു. എന്നാൽ ഒരു പുരോഹിത പദവിയിലേക്ക് നമ്മളെ ഉയർത്തുന്നതിലൂടെ ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത് നമുക്ക് അതിനോട് അടുത്തു ചെല്ലുവാൻ, അതിനെ പ്രാപിക്കുവാൻ, അതിൽ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു അധികാരമാണ് തരുന്നത്. നമുക്കറിയാം പഴയ നിയമത്തിൽ തന്നെ ജനത്തിന്റെ പൗരോഹിത പദവിയെക്കുറിച്ച് വിവരിക്കുന്ന വിവിധ വേദഭാഗങ്ങളുണ്ട്. ഞാൻ 1-2 വേദഭാഗം നിങ്ങളുടെ മുമ്പാകെ ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെ. പുറപ്പാട് പുസ്തകം 19-ന്റെ 5-6 വാക്യങ്ങള്. ആകയാൽ സർവ്വജനത്തിനോടുള്ള വചനമാണ്. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും.
ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. അതുപോലെ തന്നെ യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എന്ന് നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായി തീരും. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ പത്രോസ് പറയുന്നത് ആ പദവികൾക്ക്, അതായത് ഈ പറയുന്ന പുരോഹിത പദവികൾക്ക് ജാതികളായ നാം എല്ലാവർക്കും യോഗ്യരാകുവാൻ ദൈവത്തിന് പ്രസാദമായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവന്റെ പ്രായശ്ചിത്ത യാഗത്താൽ നമ്മളെ എല്ലാവരെയും ആ വലിയ പദവിയിലേക്ക് ഉയർത്തി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം 3 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. പൗലോസ് ഒന്നുകൂടെ അടുത്ത വാക്യത്തിൽ ഒന്നുകൂടെ ചേർത്ത് ഒന്നുകൂടെ വ്യക്തമാക്കി പറയുന്നുണ്ട്. അതിന്റെ 9-ാം വാക്യത്തിൽ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് എന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അന്നേരം ഏദൻ തോട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ യഥാസ്ഥാനത്താക്കുവാൻ ദൈവം ലോക സ്ഥാപനത്തിനു മുമ്പേ ഒരുക്കിയ പദ്ധതിയിൽ ഉണ്ടായിരുന്നതാണ് ഒരു പുരോഹിത പദവി. എന്നാൽ അതിനനുസരിച്ച് ഒരുങ്ങി വരുവാൻ ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞിരുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? അവർ ആ നല്ല അവസരത്തെ ഒരു ഗോത്രത്തിലെ പുരുഷന്മാരിൽ മാത്രം ഒതുങ്ങുന്ന വിധത്തിൽ അവർ പിന്മാറിപ്പോയി. അവർ അതിനുവേണ്ടി അവർ അത് വിട്ടുകൊടുത്തു. ലേവി ഗോത്രത്തിലെ പുരുഷന്മാർ മാത്രം പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ മതി എന്നുള്ള തലങ്ങളിലേക്കൊക്കെ പോയി. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ മതി നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനെ നമ്മെ തരിക, അല്ലെങ്കിൽ നമുക്ക് മുമ്പാകെ വെളിപ്പെടുത്തി തന്നിട്ട് ആ മഹാപുരോഹിതൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെളിപ്പെടുത്തി അവന്റെ ഒപ്പം പാപത്തിൽ മരിക്കപ്പെട്ടിട്ട് ഉയരത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ ഉയരത്തിൽ ഇരിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ഒരുക്കിയിട്ട് ആ അവസ്ഥകൾ അല്ലെങ്കിൽ ആ പദവികളൊക്കെ നമുക്ക് നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, സ്നാനം എന്നുള്ളത് ഒത്തിരി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒത്തിരി കാര്യങ്ങളുള്ള അല്ലെങ്കിൽ ഒത്തിരി ആഴമുള്ള ഒരു വിഷയമാണ്. അത് എത്രമാത്രമൊക്കെ നമ്മൾ മനസ്സിലായി എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ സ്നാനപ്പെട്ട സമയങ്ങളിലൊക്കെ അത്രയും ആഴമേറിയ ഒരു കാര്യമാണ്. അത് അത്രയും മനസ്സിലാക്കിയിട്ടാണോ നമ്മുടെ പിള്ളേരും അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ സ്നാനപ്പെടുന്നത് എന്നുള്ളതൊക്കെ നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 3-ാമത്തെ കൊലോസ്യ 3-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ആകയാൽ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റതിനാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പാൻ. അന്നേരം ഉയരത്തിൽ ചെന്ന് ഉയരത്തിലുള്ളതിനെ ആത്മാവിൽ ഗ്രഹിക്കുവാനും അതിൽ സന്തോഷിക്കുവാനും ഭാഗ്യം ലഭിച്ച പുരോഹിത വർഗമാണ് നാം ഓരോരുത്തരും. പുരോഹിതൻ എന്ന പദവി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ, വിശുദ്ധ വസ്തുക്കളെ കൈകാര്യം ചെയ്യുവാൻ, ദൈവത്തോട് നമ്മുടെ കാര്യങ്ങളെ പറവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനുഷ്യരുടെ കാര്യങ്ങളെ പറവാൻ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കാര്യങ്ങളെ പറവാൻ ഉള്ള ഒരു പദവിയാണ്. അതിനി മറ്റൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുവാൻ നമുക്ക് ഓരോരുത്തർക്കും അധികാരവും അവകാശവും ഉണ്ടെന്നാണ് നമുക്കിവിടെ കാണുന്നത്. നമ്മുടെ ഏത് വിഷയവും ദൈവസന്നിധിയിൽ കൃപാസനത്തിൽ വരെ ചെന്ന് പറവാനുള്ള പദവി ലഭിച്ചത് നമ്മെ ഓരോരുത്തരെയും പുരോഹിതരായി കർത്താവ് കാണുന്നത് കൊണ്ടാണ്. മഹാപുരോഹിതനായി അവൻ അവിടെ അതിവിശുദ്ധ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ അവൻ തന്റെ രക്തവുമായി കാര്യങ്ങളെ ക്രമീകരിച്ചത് കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും സഹപുരോഹിതന്മാരായി കാണുന്നത് കൊണ്ട് അവന്റെ സന്നിധിയിൽ കയറി ചെല്ലുവാനുള്ള ഒരു മഹാഭാഗ്യം നമുക്കുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ പദവിയെ കുറിച്ചുള്ള ഒരു ബോധ്യം ആത്മാവിൽ ഗ്രഹിക്കുവാൻ ഞാൻ എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇനി അതിന്റെ അടുത്ത പദങ്ങളോട് വിശദീകരിച്ച് ഇവിടെ കൺക്ലൂഡ് തന്റെ പിതാവായ ദൈവത്തിന് രാജ്യമാക്കി തീർത്തു നമ്മളെ. രാജ്യവും പുരോഹിതന്മാരുമാക്കി എന്നുള്ളത്. ഇനി രാജ്യം എന്ന് പറയുമ്പോൾ രാജാക്കന്മാരാക്കി തീർന്നുള്ളത്. അതിൽ ആരും സ്നേഹിക്കാത്ത പാപികളായ മനുഷ്യവർഗത്തെ സ്നേഹിച്ച് തന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് ഒരുക്കിയതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഉന്നത സ്ഥാനമാണ് രാജ്യം അല്ലെങ്കിൽ രാജാക്കന്മാർ എന്നുള്ള പദവി. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നു, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികയെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ചു എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ
ഇരുപതാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിമേലും കൈമേലും അതിന് മുദ്ര കൈക്കൊള്ളാതിരിക്കുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. പ്രിയമുള്ളവരെ, അവനോടുകൂടെ മരിക്കുന്നതിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കൊലോസ്യ ലേഖനം പറഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, ഞാൻ അവരുടെ സ്ഥാനം ഒത്തിരി ആഴമേറിയ ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒരു പരിജ്ഞാനം പ്രാപിച്ചിട്ടാണോ അത് ചെയ്യുന്നതെന്ന് നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. ഇന്ന് രാത്രി നാം ചെയ്ത ആ സ്നാനത്തിൽ ഒത്തിരി അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന ഒരു രാജാക്കന്മാരുടെ പദവി, ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വളർന്നു വരുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒന്നുണ്ട് വാക്യങ്ങളോട്, ഒന്നുണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കട്ടെ. 2 തിമോഥെയോസിന്റെ 2-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയാണ്, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. എന്നെ കേൾക്കുന്ന കർത്താവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച ദൈവമക്കളെ, നാം ദൈവത്തിന്റെ രാജ്യവും പുരോഹിതന്മാരുമാണ്, അല്ലെങ്കിൽ ഒരു പുരോഹിത രാജവർഗമാണ്. ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒത്തിരി എന്താ പറയാ റേസിസം ഒക്കെ നടക്കുന്നതാണല്ലോ, ഈ കാസ്റ്റ് അങ്ങനെയുള്ള വെച്ചൊക്കെ പറയുന്നത്. ഞാൻ അത് വെച്ച് മറ്റുള്ളവരെ എല്ലാം താഴ്ത്തി പറയാൻ വേണ്ടി അല്ല ഞാനിത് പറയുന്നത്. വരുവാനുള്ള ലോകത്ത് നാം പ്രാപിക്കുന്ന ഒരു ദൈവിക പദവിയാണത്. ദൈവത്തിന്റെ മുമ്പാകെ, ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പദവിയാണ് ഈ രാജകീയ പദവികൾ എന്ന് പറയുന്നത്. അവന്റെ മുമ്പാകെ രാജ്യവും പുരോഹിതന്മാരുമാണ്. ഇപ്പോൾ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം നമ്മളെ തന്നെ ഒന്ന് കണ്ട് നമ്മുടെ പാപാവസ്ഥയെ മനസ്സിലാക്കി കർത്താവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ, ഇത് പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് പ്രാപിക്കാൻ കഴിയും. ഈ പദവികൾക്ക് പാപം ഒരു തടസ്സമായിരുന്നു. ആ പാപത്തെ നീക്കുവാൻ ലോകത്തിൽ വന്നു. തന്റെ സ്വന്തം രക്തത്താൽ അവൻ അത് സാധ്യമാക്കി. ഒരു മുന്നറിയിപ്പ് നമുക്ക് തരുന്നത്, ഇനി പാപം ചെയ്യരുത്. വേദപുസ്തകത്തിൽ 2 മുന്നറിയിപ്പുകളോട് ഞങ്ങൾ നമ്മുടെ ഭാഗം വായിച്ചത് ഞാൻ കണ്ടുപിടിയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായിരുന്നു, അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. കർത്താവ് മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്, എന്നതിലെ ആഹ്വാനം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. ഏതെങ്കിലും വിധത്തിൽ ദൈവികത അനുഭവിച്ചവരാണെങ്കിൽ പറയുന്നത് ഒന്നേ ഉള്ളൂ, തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുതെന്ന് യേശു പറഞ്ഞു. എല്ലാവരും കുറ്റം വിധിച്ച് ശിക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടുവന്ന വ്യക്തി നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിനിധിയായിരുന്നു. അവിടെ വെച്ച് നമുക്കെതിരെയുള്ള സകല ആരോപണങ്ങളുടെയും വിധികളുടെയും കാഠിന്യത്തെ ഒന്നുമില്ലാതാക്കി കർത്താവും ശിക്ഷ വിധിക്കാതെ ഒരു രാജകീയ പുരോഹിത വർഗമാക്കിയവൻ നമ്മെ മാറ്റി. അങ്ങനെ ആക്കി തീർത്തവനായവന്, ആ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, രാജ്യവും പുരോഹിതനുമായി ആക്കി, അല്ലെങ്കിൽ പുരോഹിതനും രാജ്യവും ആക്കി തീർത്തവന് എന്നേക്ക് മഹത്വവും ബലവും ആമേൻ. മഹത്വം അർപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഭാഗ്യ പദവികളെ വിലമതിക്കുക എന്നുള്ളതാണ്. അതിനുള്ള തെളിവാണ് മഹത്വം അർപ്പിക്കുക, നന്ദി അർപ്പിക്കുക. നമുക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളിൽ അതിനെ ബോധ്യമായി എന്നുള്ള, അല്ലെങ്കിൽ അതിന് നാം വില കൊടുക്കുന്നു എന്നതാണ് നാം മഹത്വം അർപ്പിക്കുന്നതിൽ കൊണ്ട് നാം കാണുന്നത്. ദൈവം മുമ്പാകെയുള്ള സമർപ്പണത്തോടെ നമ്മുടെ ജീവിതം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും അവനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി നമുക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കാം. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഒരു ഹല്ലേലൂയ പറയുമ്പോൾ, സ്തോത്രം പറയുമ്പോൾ, നമുക്ക് ലഭിച്ച രാജകീയ പദവിയെ പുരോഹിത വർഗമാണ്, രാജാക്കന്മാരാണ്, എങ്ങനെ സാധിച്ചെടുത്തു എന്നുള്ള അതൊക്കെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഈ നാളുകളിൽ ദൈവാത്മാവ് നമ്മളെ ഓരോരുത്തരെയും പ്രാഗൽഭ്യത്തോടെ കൊണ്ടുവരുമാറാകട്ടെ. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമാറാകട്ടെ. ദൈവജനങ്ങളെ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.